അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് നമ്മളെ യാത്ര നമ്മളെ കൂടരഞ്ഞി പൂവാറന്തോട് ആ ഭാഗത്തേക്കാണ്. നമ്മളെ ബാക്കിലൊക്കെ നല്ല കോട കേട്ടോ. അതിന് നമ്മൾ കാഴ്ചകൾ കാണിച്ചു തരാം. അപ്പം നമ്മളപ്പോൾ ഉള്ളത് എന്നത്തെ പോലെ സമീർ തന്നെയാണ്. അത് ബോബനും മോളിയും പറഞ്ഞ മാതിരി ബോബനും മോളിയും മായാവിയും ലുട്ടാപ്പിയും ഡാഗിനിയും കുട്ടൂസനും ആ പറഞ്ഞ മാതിരി അങ്ങനത്തെ അതേ മാതിരിയാണ് ഞാനും സമീർ എന്നും ഏത് യാത്രയിലുള്ളത്. ഇന്ന് ഉണ്ടെന്ന് പറഞ്ഞിനി. അപ്പോൾ ഓന് ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് ഓൻ പോകുന്നില്ല. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മളെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മളിപ്പോൾ എന്നുള്ള കൂടരഞ്ഞി പൂവാറന്തോട് ഭാഗത്താണുള്ളത്. നമ്മളെ ബാക്കിലൊക്കെ ആ മല ഇങ്ങനെ നിറഞ്ഞ് ഈ കോട മൂടി ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ ഇനി പോകുന്നത് കേട്ടോ. അപ്പോൾ ഇനി എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി വീഡിയോയിലൂടെ കാണാം. ഓക്കെ. മക്കളെ, നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് പൂവാറന്തോട് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നേ ഒരു കുറി നമ്മളിവിടെ വന്നിക്കണേ. എന്നിട്ട് ഇവിടെ ഇതിൻ്റെ ചോട്ടിലൂടെ നിന്നാണ് ഞങ്ങൾ കുളിച്ചൊക്കെ ചെയ്തത്. അന്ന് ആ വീഡിയോ എൻ്റെ ഒക്കെ ഒന്ന് മിസ്സായി. അതായത് ചാനൽ പോയതിൻ്റെ ശേഷം പിന്നെ ആ വീഡിയോ ഒന്നും കിട്ടിയില്ല. ഇവിടെ ഇവിടെ 4-5 ആൾക്കാരെ ഞങ്ങളിവിടെ വന്നാണ്ട് ഇവിടെ ഇതിൻ്റെ ചോട്ടിൽ നിന്നാണ് ഞങ്ങൾ കുളിച്ചൊക്കെ ചെയ്തത്. അന്ന് അടിപൊളി സ്ഥലമായിരുന്നു. അന്ന് വെള്ളം നല്ല അടിപൊളിയായിട്ട് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. വെറും ഉരുളൻകല്ലും കാര്യങ്ങളൊക്കെയാണ്. ഭയങ്കര ഡേഞ്ചറുള്ള സ്ഥലമാണ്. അതിൻ്റെ താഴെ ഭാഗം നമുക്ക് കാണാം. ഇതാണ്, കണ്ടോളൂ. വെള്ളം കമ്മിയാണ്. ഒരു മരം കണ്ടില്ല, ഒരു അടിപൊളി മരം. എന്താ ഒരു പാറമലാണ് ആ മരമൊക്കെ ഉണ്ടാവുന്നത്. നല്ല അടിപൊളി കാഴ്ചകളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. പൂവാറന്തോട് അറിയും. കൂടരഞ്ഞിന്ന് ഉള്ളിൽ കയറി പോകുന്ന ഒരു സ്ഥലമാണ് പൂവാറന്തോട് അറിഞ്ഞത്. പൂവാറന്തോടേക്കില്ല നമ്മളിങ്ങനെ കയറ്റം കയറി ഇങ്ങനെ പോവാട്ടോ. ഇത് നല്ല കയറ്റം, നല്ല അടിപൊളി കയറ്റം. നമ്മളെ എന്താ പറയാ, നമ്മളെ ഇവിടുത്തെ ചുരത്തിന് എന്താ പറയാ, താമരശ്ശേരി ചുരം. താമരശ്ശേരി ചുരത്തിലാറ് ഒന്നുകൂടി ഡേഞ്ചർ മാതിരി കേട്ടോ. അത് നമ്മളെ കിട്ടുന്നില്ല. ആ മറ്റേ ചുരത്തിന്റെ പേര് കിട്ടുന്നില്ല. മാസനഗുടി ചുരം മാതിരിയാണ്. അത്രയും ഡേഞ്ചറാണ് കാഴ്ചകളൊക്കെ.
നമ്മളിങ്ങനെ അങ്ങനെ ചുരം കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാഴ്ചകൾ അസ്തമിക്കുന്നില്ല, കാഴ്ചകൾ ഗംഭീരമാണ്. അതാ സ്കൂട്ടി മഴ വരുന്നേ. ഈ ചുരത്തിൻ്റെ അത് കയറ്റത്തിൻ്റെ അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല കേട്ടോ. ഇവിടെ വന്നുകൊണ്ട് തന്നെ അറിയണം, എന്നാലേ തന്നെ അറിയുള്ളൂ. കാരണം GMLP പൂവാറന്തോട്. ഇവിടെ ഞങ്ങൾ അന്ന് വന്നന്ന് ഇതുണ്ടേന്, വടംവലി മത്സരം നടക്കണ്ടേന് കുട്ടികളെ ഓണത്തിന്. ഇതാണ് പൂവാറന്തോട് അങ്ങാടി. പൂവാറന്തോട് സൂപ്പർ മാർക്കറ്റ്. മേൽക്കോവാ, അവിടെ ഒരു പള്ളി. മലയൊക്കെ മഞ്ഞ് മൂടിക്കണ വരുന്ന തുടങ്ങിയിട്ടുണ്ടോ? മഞ്ഞ് മൂടിയാണ് ഇങ്ങനെ കോട മൂടിക്കാണ്ട് ഇങ്ങനെ വരലോടിക്കുക. ഇവിടുത്തെ മെയിൻ കൃഷി കൊക്കോ ജാതി കേട്ടോ, കൂടുതലായി കണ്ടു. ആ മല ഫുള്ള് കോട കേട്ടോ. കോട അജാതി എമ്മാരി കോട. ക്യാമറയിൽ എത്രത്തോളം കാണാൻ കഴിയുമെന്ന് പറയാൻ പറ്റൂല. പക്ഷെ നമുക്ക് ഭയങ്കര നല്ല ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. വോയിസ് എത്രത്തോളം ക്ലിയർ ഉണ്ടാവും പറയാൻ പറ്റൂല. കാരണം എന്താ വെച്ചാൽ വണ്ടിൻ്റെ സൗണ്ട് ഇങ്ങനെ പോണ സൗണ്ട് ആയതുകൊണ്ട്. പിന്നെ നമ്മൾ വോയിസൊക്കെ ഓട്ടോമാറ്റിക് കൊടുത്താൽ മതി. അതൊന്നും പിന്നെ നമുക്ക് അത് കിട്ടൂല. അപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ മാതിരി നമ്മളെ ബാക്കിൽ എല്ലാം മലയാണ് കേട്ടോ. ഫുള്ള് കോട മൂടിയാണ് ഇങ്ങനെ ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മളെ വണ്ടി ഇതാണ്. ഞങ്ങൾ രണ്ടാളാണ് പോന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ ഈ റോഡുണ്ട്, ഒരു ഇൻട്രോ ഉണ്ട്, ഇതിലിങ്ങനെ പോയി വെക്കുകയാണ്. എവിടേക്കെത്തും എന്തൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ പോയി വെക്കുക. അപ്പോൾ ജീപ്പ് മാത്രമല്ല ഓഫ് റോഡ് പോകണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മളെ വണ്ടി ഓഫ് റോഡ് കയറി വെക്കാം. ചിലപ്പോൾ വല്ല റിസോർട്ട് കാലി പരിക്ക് കൊടുക്കലേ. കാരണം ഇന്നാളെ ഞങ്ങളിവിടെ വന്നന്ന് ഇതിലൊരു ജീപ്പ് ഓഫ് റോഡ് പോകണ കണ്ടിനി. നമുക്ക് പോയി വെക്കാം. പറ്റൂല എന്ന് പറയണത്തെ കീപ്പെട്ട് പോരാ, അല്ലാതെ വേറൊന്നുമില്ലല്ലോ. ആ മല കണ്ടോ, എന്താ കിടുക്കാച്ചി മലയാണ്. അത് റിസോർട്ടാണ് തോന്നുന്നുണ്ട്. റിസോർട്ടാ അറിയാലോ. ഇവിടെ കാർ ഇതിലൂടെ വിടൂല, ജീപ്പ് വിടുകയുള്ളൂ. ഇങ്ങോട്ടുള്ള വ്യൂസ് എടുത്തോ. വണ്ടി നിർത്താൻ ഇതെന്തോ സംഗതി മനസ്സിലാവുന്നില്ല. ഇതാ നമ്മൾ നേരത്തെ ഒന്ന് കണ്ട സംഗതിയാണ്. എന്താണ് റോക്ക് ബിൽഡിങ്. നീ പോകണ്ടല്ലോ ഗൈസ്. ഓഫ് റോഡാണ്, ഓഫ് റോഡ് ഇതാണ്. ഞങ്ങൾ കയറി പോണുണ്ടോ? ഇതിലും വലിയ മല ഞങ്ങൾ കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞത്. കണ്ടോളി മക്കളെ, കണ്ടോളി. അടിപൊളി കാഴ്ചയാണ്. ഓല ജീപ്പ് വരെ കയറി പോരുന്നുണ്ട്.
ഇടരുത് കേട്ടോ. ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലൊരു റിസോർട്ട് ഉണ്ട്. അത് ഞങ്ങളൊന്ന് നോക്കാൻ വേണ്ടിയിട്ടേ ജസ്റ്റ് എന്താ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് കയറി നോക്കിയതാ. പോട്ടെ. ഇതിൻ്റെ താഴത്ത് നല്ല വെള്ളച്ചാട്ടത്തിൻ്റെ വെള്ളം പോണ സൗണ്ട് കേൾക്കുന്നുണ്ട്. നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇവിടുന്ന് കാണില്ല. റിസോർട്ട് എത്തിയിട്ടുണ്ടോ? നല്ല റിസോർട്ട്. കൊയങ്ങി. അപ്പോൾ നമ്മളിങ്ങനെ മേഘതീരം പറഞ്ഞൊരു ആ റിസോർട്ടിൻ്റെ മുകളിലാണ് നിൽക്കണം കേട്ടോ. അപ്പോൾ റിസോർട്ട് കാണാൻ വേണ്ടി ഇങ്ങനെ വന്ന റൂമൊക്കെ നമ്മൾ കണ്ടു, നമുക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ ഇനി പോലെ മാനേജറെ കാത്തിക്കണം. നല്ല പൂളുണ്ട്, നല്ല അടിപൊളി പൂളൊക്കെയാണ്. നല്ല പച്ച കളറായിക്കാണ്, പച്ച വെള്ളമായിക്കാണ്, പച്ച വെള്ളമല്ല പച്ച കളറായിക്കാണ്ടുള്ള വലിയൊരു പാറിൻ്റെ മുകളിലാണ് ഈ നിൽക്കുന്നത്. നല്ല ഈറ്റക്കാടാണ് ഇവിടെ ഉള്ളത്. ആന എന്തായാലും ഉണ്ട് ഇവിടെ. ആന വൈകുന്നേരം ഇവിടെ ഉണ്ടാവുന്ന പറഞ്ഞത്. കളിക്കുക ബൈ. എന്താ പേരെത്താ? രഘു. ദേവു. ഇതാണ് നമ്മളെ ആള് കേട്ടോ, മേഘതീരത്തിൻ്റെ റിസോർട്ടിൻ്റെ ആള്. അല്ല അങ്ങനത്തെ കയറ്റം കയറുമ്പോൾ ഇറക്കിറങ്ങുമ്പോൾ എനിക്ക് കുറച്ച് ഗതിയാണ് കേട്ടോ. ഇനി പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അതുവരേക്കും വണക്കം.